പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അത് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് താഴെ കാണുന്നത്. ഫസ്റ്റ് വൺ, സെറ്റിംഗ് ദി അജണ്ട. സെറ്റിംഗ് അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ ഏരിയയിലാണ് പുതിയ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, ആ ഏരിയ മനസ്സിലാക്കുകയും അത് ഒന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്ലാനിങ് ദ പ്രൊജക്റ്റ്. ഓക്കെ, എവിടേക്കാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. എവിടേക്കാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താനുള്ളത്, ആ ഒരു ഏരിയയിൽ ഇപ്പോൾ കറൻ്റിൽ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ. മൂന്നാമത്തേന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഡിസ്കഷൻ പേപ്പർ. അതായത് പബ്ലിക്കിന് വിട്ടുകൊടുക്കുകയാണ്, അതായത് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് വിട്ടുകൊടുക്കുകയാണ്. അതായത് എക്സ്പേർട്ടിനും പബ്ലിക്കിനും അതുപോലെ തന്നെ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോബ്ലം വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു റിപ്ലൈ വന്നതിന് ശേഷമാണ് നാലാമത്തെ ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് എക്സ്പോഷർ ഡ്രാഫ്റ്റ്. ഒരു പ്രപ്പോസറായി ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒന്ന് പബ്ലിഷ് ചെയ്യും. അതാണ് ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് എക്സ്പോഷർ ഡ്രാഫ്റ്റ്. ഇതെന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ കമൻറ്റിൻ്റെ ഒക്കെ ബേസിലായിരിക്കാം ഇത് പ്രിപ്പയർ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് ആൻഡ് പബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്. അങ്ങനെ തൊട്ട് മുന്നത്തെ എക്സ്പോഷർ ഡ്രാഫ്റ്റിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS നിലവിൽ വരുത്താനുള്ള പെർമിഷൻ കൊടുക്കും. ഓക്കെ, അവർ അലൗ ചെയ്യും, ഈ ഒരു സ്റ്റാൻഡേർഡ് നിലവിൽ വരുത്താനുള്ള പെർമിഷൻ കൊടുക്കും. അങ്ങനെയാണ് IFRS സെറ്റപ്പ് ചെയ്യുന്നത്. അവസാനത്തെ പ്രൊസീജിയറും കൂടെ ഉണ്ട്, പ്രൊസീജിയർ ആഫ്റ്റർ എ സ്റ്റാൻഡേർഡ് ഇസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളതും കൂടെ ഇതിൽ പരിശോധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് സെറ്റിംഗ് IFRS എന്നുള്ളതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഫോർ IFRS എന്നുള്ളതാണ്. എന്താണ് IFRSൻ്റെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ തിയോറിറ്റിക്കൽ പ്രിൻസിപ്പിൾ വിച്ച് പ്രൊവൈഡ് ബേസിസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾസിനെയാണ്, അല്ലെങ്കിൽ ഒരു ബേസിക് ഒരു അടിത്തറ നൽകുന്ന കുറച്ച് പ്രിൻസിപ്പിൾസിനെയാണ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഫൗണ്ടേഷൻ അടിത്തറയായിട്ടാണ് ഈ ഒരു ഫ്രെയിംവർക്കിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആക്ട് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സ്. ഓക്കെ, നമ്മളൊരു പുതിയ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന, ഓക്കെ, ആ രൂപത്തിലും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. എന്തൊക്കെയാണ് ഈ ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ എലമെൻറ്റ്സ്? കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അടിത്തറ നൽകുന്ന കുറച്ച് കാര്യങ്ങളാണ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ എലമെൻറ്റ്സ്? ഒന്നാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഫൈനാൻഷ്യൽ പൊസിഷൻ, performance and changes in financial position of the enterprise that is useful to a wider range of users making economic decision. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക്, യൂസേഴ്സിന്, അവർക്ക് കൃത്യമായിട്ടുള്ള സാമ്പത്തികപരമായും അല്ലാത്തതുമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഫൈനാൻഷ്യൽ പൊസിഷനെ കുറിച്ചും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുമൊക്കെ കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ യൂസേഴ്സ്. ആരൊക്കെയാണ് ഇതിലെ യൂസേഴ്സ്? അതാണ് മറ്റൊരു എലമെൻറ്റ്. ഇതിലെ യൂസേഴ്സ് എന്ന് പറയുന്നത്
ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ലെൻഡേഴ്സ് ഉണ്ട്, കടം കൊടുക്കുന്ന ആളുകൾ, അതുപോലെ സപ്ലയേഴ്സ് ഉണ്ട്, മറ്റു ട്രേഡേഴ്സ് വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസ് വരുന്നുണ്ട്, പബ്ലിക് ഉണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്. ഇനി അതല്ലാത്ത ആളുകളൊക്കെ ഇതിൽ വരും. അപ്പോൾ ആരൊക്കെയാണോ ബിസിനസ്സിൻ്റെ ഡാറ്റ യൂസ് ചെയ്യുന്നത് അവരൊക്കെ യൂസേഴ്സായിട്ട് ഇവിടെ പരിഗണിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് അണ്ടർലൈനിങ് അസംഷനാണ്. ഇവിടെ ഈ ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് പ്രകാരം ഫോളോ ചെയ്യുന്ന അണ്ടർലൈനിങ് അസംഷൻ എന്ന് പറയുന്നത് അക്രൂവൽ ബേസിസ് ആൻഡ് ഗോയിങ് കൺസേൺ. അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ് ഒരു ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ്, അത് എപ്പോഴാണോ റിയലായിട്ട് മീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം റെക്കോർഡ് ചെയ്യുക. അതാണല്ലോ അക്രൂവൽ ബേസിസ്. അതാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഗോയിങ് കൺസേൺ തുടർച്ചയായി നീണ്ടു പോകുന്ന ഒരു കോൺസെപ്റ്റായിട്ടാണ് ബിസിനസ്സിനെ ഇത് കാണുന്നത്. അതാണ് ഇവിടെ അണ്ടർലൈനിങ് അസംഷൻ കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി ആയിരിക്കണം. ഒരുപാട് ക്വാളിറ്റീസ് പറയുന്നുണ്ട്, കുറച്ച് ഞാൻ പറയാം. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാവണം. അതുപോലെ തന്നെ റെലവൻ്റ് ആയിരിക്കണം, മെറ്റീരിയാലിറ്റി ഉണ്ടായിരിക്കണം, അതായത് ആ ഡാറ്റ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടായിരിക്കണം. അതുപോലെ റിലയബിൾ ആയിരിക്കണം, ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം, അതായത് കൃത്യമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കണം ആ ഒരു ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പയറബിലിറ്റി, നമുക്ക് മറ്റു സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതും കൂടെ ആയിരിക്കണം. ഇതാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ മറ്റൊരു എലമെൻ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ എലമെൻറ്റുകളായിട്ടുള്ള അസറ്റ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഒരു എലമെൻ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അവസാനത്തെ പോയിൻ്റായിട്ട് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെയിൻ്റനൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ കോൺസെപ്റ്റ്സ് ഓഫ് ക്യാപിറ്റൽ ഹാവ് ബീൻ ലിസ്റ്റഡ്. ഈ രണ്ട് തരത്തിലുള്ള ക്യാപിറ്റൽ കോൺസെപ്റ്റുകളും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. എന്താണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ദീസ് ആർ ദി എലമെൻറ്റ്സ് ഫ്രം വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ ടു ബി കൺസ്ട്രക്റ്റഡ്. അതായത് ഏതൊരു എലമെൻറ്റിൻ്റെ ബേസിലാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്, ആ എലമെൻറ്റ്സിനെയാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഏതൊക്കെ എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആ എലമെൻറ്റുകളെയാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേത് FASB ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 10 എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. 5 എണ്ണം ബാലൻസ് ഷീറ്റിലും 5 എണ്ണം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും. പക്ഷേ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആകെ 5 എണ്ണേ ഉള്ളൂ. അതിൽ 3 എണ്ണം ബാലൻസ് ഷീറ്റിലും 2 എണ്ണം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലുമാണ്. ഇനി ഏതൊക്കെയാണ് ഈ 5 എണ്ണം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ വരുന്നത് അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ്. അതിൽ ഫസ്റ്റിൽ വരുന്ന 3 എലമെൻറ്റുകൾ അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഈ 3ഉം വരുന്നത് ബാലൻസ് ഷീറ്റിലും അവസാനത്തെ 2 എണ്ണം ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന 2 ഐറ്റംസ് വരുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റെക്കഗ്നിഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ്. എങ്ങനെയാണ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റിൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആൻ ഐറ്റം ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഐറ്റം റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെക്കഗ്നിഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എ ട്രാൻസാക്ഷൻ ക്യാൻ ബി റെക്കോർഡഡ് വെൻ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. എപ്പോഴാണോ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്, എപ്പോഴാണോ അത് കിട്ടുന്നത്, ആ സമയത്ത് ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് എൻ ഐറ്റം ദാറ്റ് മീറ്റ്സ് ഡെഫിനിഷൻ ആൻഡ് ക്രൈറ്റീരിയ ഫോർ റെക്കഗ്നിഷൻ. ഓക്കെ, റെക്കഗ്നേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ
അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ഒരു ഐറ്റം മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അതിനെ യോജിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റെക്കഗ്നിഷൻ എന്ന് പറയുക. ശരിക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻകം കിട്ടി, ഓക്കെ, അപ്പോൾ അതൊരു ഇൻകമാണ്, അത് കിട്ടി എന്നുള്ളതൊക്കെ ഈ ക്രൈറ്റീരിയ വെച്ചിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസാക്ഷനായിട്ട് റെക്കോർഡ് ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഓരോ തരത്തിലുള്ള എലമെൻസിൻ്റെയും റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഓഫ് അസറ്റ്. ഒരു അസറ്റ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ്, അപ്പാർട്ട് ഫ്രം മീറ്റിംഗ് ഡെഫിനിഷൻ അസറ്റ് ഷുഡ് ദ ഫോളോയിങ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ. അതായത് ഒരു അസറ്റ് എന്താണ് എന്നുള്ള ഒരു ഡെഫിനിഷൻ, ആ ഒരു ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനപ്പുറത്തേക്ക് താഴെ പറയുന്ന രണ്ട് കാര്യങ്ങളും കൂടെ ആ ഒരു അസറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഈസ് പ്രോബബിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെഷീനറി വാങ്ങി, ആ മെഷീനറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഇൻഫ്ലോ ജനറേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, അതായത് ആ മെഷീനറി ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നു, ആ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽസ് നടത്തുന്നു, അങ്ങനെ നമുക്ക് ക്യാഷ് കിട്ടുന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ഒരു എക്കണോമിക് ആക്ടിവിറ്റി അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ, ഇങ്ങോട്ട് ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ കമ്പനിയിലേക്ക്, അതായത് കമ്പനിയിലേക്ക് ഒരു ബെനിഫിറ്റായിട്ട് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആ ഒരു അസറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൊണ്ട് പറയുന്നുണ്ട്, കോസ്റ്റ് ഓർ വാല്യൂ ക്യാൻ ബി മെഷേർഡ് റിലയബിളി. ആ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ വാല്യൂ വളരെ സിമ്പിളായിട്ട് റിലയബിളായിട്ട് നമുക്ക് വാല്യൂ ചെയ്യാൻ കഴിയുകയും പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു അസറ്റ് എന്താണെന്നുള്ള ആ ഒരു ഡെഫിനിഷൻ, അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും അസറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ അപ്പുറത്തേക്ക് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് ആ അസറ്റിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുക. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ഈസ് പ്രോബബിൾ. അതായത് ആ അസറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്ഥാപനത്തിലേക്ക് ഒരു എക്കണോമിക് ആക്ടിവിറ്റി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയണം. അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് അതൊരു അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇപ്പോൾ നമ്മൾ അസറ്റിൻ്റെ റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ നോക്കി. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് വരുന്നത് റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ ഓഫ് ലയബിലിറ്റി. എങ്ങനെയാണ് ഒരു ലയബിലിറ്റിയെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളതാണ്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അപ്പാർട്ട് ഫ്രം മീറ്റിംഗ് ഡെഫിനിഷൻ ലയബിലിറ്റി ഷുഡ് മീറ്റ് ദ ഫോളോയിങ് റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ. എന്താണ് ഒരു ലയബിലിറ്റി എന്നുള്ള ഒരു ഡെഫിനിഷൻ അപ്പുറത്തേക്ക് താഴെ പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതൊരു ലയബിലിറ്റി ആയിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ദ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ജനറേറ്റിംഗ് എക്കണോമിക് ബെനഫിറ്റ് ഫ്രം ദ എൻറ്റിറ്റി ഈസ് പ്രോബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു റിസോഴ്സ് അത് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ആൾക്കൊരു എക്കണോമിക് ബെനഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്കൊരു ലയബിലിറ്റി ആയിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കമ്പനി ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 10 lakh rupees പണം വാങ്ങിച്ചു, ഓക്കെ, ഇനി അത് തിരിച്ചു കൊടുക്കുകയാണ്. അതായത് ദ ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ്, ആ 10 lakh പിന്നീട് ഒരിക്കൽ തിരിച്ചു കൊടുക്കുകയാണ്. ജനറേറ്റിംഗ് എക്കണോമിക് ബെനഫിറ്റ് ഫ്രം ദ എൻറ്റിറ്റി, അത് തിരിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാപനത്തിൽ നിന്നാണ് ആ പൈസ പോകുന്നത്. അത് കിട്ടുന്ന ആൾക്കൊരു എക്കണോമിക് ബെനഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, നമുക്കൊരു ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓർ വാല്യൂ ഓഫ് ദി ഒബ്ലിഗേഷൻ ക്യാൻ ബി മെഷേർഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ 10 lakh ആണ് വാല്യൂ, അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ലയബിലിറ്റീൻ്റെ ഡെഫിനിഷൻ അപ്പുറത്തേക്ക് രണ്ട് കാര്യങ്ങളും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എലമെൻ്റാണ് റവന്യൂ. എങ്ങനെയാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, എക്കണോമിക് ബെനഫിറ്റ് ഇൻക്രീസസ് ദെൻ ഇക്വിറ്റി ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ബെനഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ട്
നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് റവന്യൂ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്നത് അസറ്റ് ഇൻക്രീസ്. അസറ്റ് ഇങ്ങനെ കൂടുകയാണ് അല്ലെങ്കിൽ ലയബിലിറ്റി കുറയാണ്. ഓക്കെ, ഇങ്ങനെ നടക്കണമെങ്കിൽ അവിടെ റവന്യൂ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് റവന്യൂ റെക്കഗ്നീഷൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് എക്കണോമിക് ബെനഫിറ്റ് ഇൻക്രീസ്. ഓക്കെ, എക്കണോമിക് ബെനഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റവന്യൂ ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ അസറ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുക, അങ്ങനെ നടക്കുമ്പോഴും ഇക്വിറ്റി കൂടുകയാണ് എങ്കിൽ അവിടെ നമുക്ക് റവന്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി എക്സ്പെൻസിൻ്റെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ റെക്കഗ്നേഷൻ ക്രൈറ്റീരിയ ഓഫ് എക്സ്പെൻസ് എന്ന് ഇതിൽ പറയുന്നത് എക്കണോമിക് ബെനഫിറ്റ് ഡിക്രീസ്. ചെറിയൊരു സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്. എക്കണോമിക് ബെനഫിറ്റ് ഡിക്രീസ് എന്നുള്ളതാണ്. സി കഴിഞ്ഞിട്ടൊരു ആറിൻ്റെ മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്കണോമിക് ബെനഫിറ്റ് ഡിക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ബെനഫിറ്റ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്കുള്ള വരവ് കുറയുക. അതിൻ്റെ അർത്ഥം എക്സ്പെൻസ് കൂടുക എന്നുള്ളതാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ഇൻ അസറ്റ് കുറയും. നേരെ തിരിച്ച് നമ്മുടെ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആയിരിക്കും. അതായത് ലയബിലിറ്റി കൂടുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുകയാണെങ്കിൽ നമുക്കവിടെ ഷുവറായിട്ടും ഒരു എക്സ്പെൻസ് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് എന്നോട് പറയാം, എക്കണോമിക് ബെനഫിറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതായത് കമ്പനിയിലേക്കുള്ള അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്കുള്ള ബെനഫിറ്റ് കുറയുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എക്സ്പെൻസ് കൂടുന്നത് കൊണ്ടാണ് ബെനഫിറ്റ് ഇൻകംസ് കുറയുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് അസറ്റ് കുറയുകയും അതുപോലെ തന്നെ ലയബിലിറ്റി കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ക്രൈറ്റീരിയ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെഷർമെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ്. എങ്ങനെയാണ് ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ് മെഷർ ചെയ്യുന്നത്? മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ്, വാല്യൂ ചെയ്യുന്നതിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. മീനിങ് ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് മോണിറ്ററി വാല്യൂ അറ്റ് വിച്ച് ദ എലമെൻറ്റ്സ് ആർ ടു ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എലമെൻറ്റ്സ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാണ്, ഏത് വഴിയാണ് അതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്, അതിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എലമെൻസിനെ മാറ്റി എഴുതുമ്പോൾ അതിൻ്റെ ഒരു മോണിറ്ററി വാല്യൂ, ഒരു പണപരമായിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ എഴുതും. അത് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളിവിടെ മെഷർമെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റിന് ഒരുപാട് ബേസസ് ഉണ്ട്. അതിൽ ഒന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബേസ് ആണ്, മറ്റൊന്ന് കറൻറ്റ് കോസ്റ്റ് ആണ്, മറ്റൊന്ന് റിയലൈസബിൾ വാല്യൂ, അതുപോലെ പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ ഇതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമുക്ക് നോർമലി അറിയാം. ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ആ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂ. ഇപ്പോൾ 2009 ഒരു അസറ്റ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,50,000 ആണ്. ഇനിയിപ്പോൾ 2015 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്തും അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കാണിക്കുക നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ എമൗണ്ട് തന്നെ ആയിരിക്കും, 1,50,000. അതിനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എത്ര രൂപക്കാണോ അസറ്റ് അക്വയർ ചെയ്തിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആ എമൗണ്ട് തന്നെ കാണിക്കുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കറൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസറ്റ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന് എന്ത് വില കിട്ടും, ആ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അതുതന്നെയാണ് കറൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2009 1,50,000 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള അസറ്റ് ഇപ്പോൾ 2020 ആണെങ്കിൽ 20 ഇപ്പോൾ അസറ്റ് വാങ്ങുകയാണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ റേറ്റ്, അങ്ങനെ വാല്യൂ ചെയ്യുന്ന മെത്തേഡാണ് കറൻറ്റ് കോസ്റ്റ് മെത്തേഡ്. മറ്റൊന്ന് റിയലൈസബിൾ വാല്യൂ. അന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു അസറ്റ് ഇപ്പോൾ വിൽക്കുകയാണെങ്കിൽ എത്രയായിരിക്കും അതിന് കിട്ടുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നതിനെയാണ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രസൻറ്റ് വാല്യൂ. ഇത് നമ്മൾ ഡിസ്കൗണ്ടിങ്ങിലൂടെ വരുന്നതാണ് പ്രസൻറ്റ് വാല്യൂ. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കാൽക്കുലേറ്റിംഗ്
ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദി കറണ്ട് ക്യാഷ് ഫ്ലോ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള അസറ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്തായിരിക്കും, ഡിസ്കൗണ്ടിങ്ങിലൂടെ നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുക. അന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു അസറ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ 4 രൂപത്തിലാണ് നമ്മൾ അസറ്റുകൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എലമെൻറ്റ്സ് നമ്മൾ വാല്യൂ അല്ലെങ്കിൽ മെഷർമെൻറ്റ് ചെയ്യുന്നത് ഈ 4 രൂപത്തിലാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെഷർമെൻറ്റ് ക്രൈറ്റീരിയയാണ്. മെഷർമെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ക്രൈറ്റീരിയകൾ, അതിൽ ടൈപ്പ് ഓഫ് അസറ്റുകൾ ക്രൈറ്റീരിയ നിങ്ങൾക്ക് കാണാം. ഇതിൽ നമ്മൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ അവിടെ നമ്മുടെ ക്രൈറ്റീരിയ, മെഷർമെൻറ്റിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ് പ്ലസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഈ 3 കോസ്റ്റുകളും കൂടിയതാണ് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിൻ്റെ മെഷറബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കാണാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ക്രൈറ്റീരിയ. മറ്റൊരു അസറ്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ പ്രൊഡക്ട്സ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. ഓക്കെ, ഈ രൂപത്തിലുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി അസറ്റ് ഹെൽഡ് ഫോർ ഡിസ്പോസൽ, ഒഴിവാക്കാൻ വച്ചിരിക്കുന്ന അസറ്റുകളാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫെയർ വാല്യൂ ആയിരിക്കും, മാർക്കറ്റ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് പറയുന്നത് ഇൻവെൻട്രിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോസ്റ്റ്. എന്താണോ ആ ഒരു ഇൻവെൻട്രിയുടെ കോസ്റ്റ്, ആ കോസ്റ്റ് ആയിരിക്കും അതിൻ്റെ മെഷർമെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത് ഫെയർ വാല്യൂ. എന്താണ് ഫെയർ വാല്യൂ? സിംപ്ലി മീൻസ് ദ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിലെ കറൻറ്റ് വാല്യൂവിനെയാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഫോർ വിച്ച് ആൻ അസറ്റ് കുഡ് ബി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ നോളജബിൾ വില്ലിംഗ് പാർട്ടി ഇൻ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ. അതായത് വില്ലിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടിയുമായിട്ട് അടുത്തുനിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് വില്ലിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടിയുമായിട്ട് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ കാണുന്ന എമൗണ്ട് അതിനെയാണ് ഫെയർ വാല്യൂ എന്ന് പറയാം. ഓക്കെ, സിമ്പിളായിട്ട് ഇത്ര പഠിച്ചാൽ മതി. കറൻറ്റ് മാർക്കറ്റ് വാല്യൂ, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്, അതിൻ്റെ ഒരു എക്സ്പാൻഡ് വേർഷനാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും അറിയുന്ന താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു അസറ്റ് വിൽക്കുമ്പോൾ സാധാരണ കിട്ടുന്ന എമൗണ്ട് അതിനെയാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്.